ചിലർ നന്നായി പാടുന്നു. ചിലർ അത്യാവശ്യം നന്നായി പാടുന്നു. ചിലർ പാടുന്നു. ചിലർക്ക് പാടാനേ കഴിയില്ല. എങ്ങനെയാണ് ഒരാൾക്ക് പാടാൻ കഴിയുന്നത്? അഥവാ പാട്ട് എന്നുള്ള കഴിവ് ഒരാൾക്ക് സിദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഇതിന് ജീവശാസ്ത്രപരമായി, ബയോളജിക്കലായി ചില കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യമേ നമ്മൾക്ക് ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഒന്ന് ലളിതമായി മനസ്സിലാക്കണം. നമ്മുടെ കഴുത്തിൻ്റെ നടുവിലായി ലാരിങ്സ് എന്ന, മലയാളത്തിൽ അതിന് സ്വനപേടകം എന്ന് പറയും, ഒരവയവമുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന വായു ഈ ലാരിങ്സിനെ ട്രാക്കിയ എന്ന ഒരു വിൻഡ് പൈപ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്വാസം അത് ലങ്സിൽ നിന്ന് ഈ ട്രാക്കിയ വഴി ഈ ലാരിങ്സിലെത്തുകയാണ്. ഈ ലാരിങ്സ് എന്ന സ്വനപേടകത്തിൻ്റെ ഉള്ളിൽ രണ്ട് വോക്കൽ ഫോൾഡുകളുണ്ട്. അതായത് രണ്ട് സ്ട്രിങ്ങുകൾ എന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഈ ശ്വാസകോശത്തിൽ നിന്നും വരുന്ന വായു ഈ സ്ട്രിങ്ങുകളുടെ കമ്പനം അഥവാ വൈബ്രേഷൻ കാരണം അങ്ങനെ വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ വായിലെത്തുന്നത്. ശ്വാസകോശത്തിലെ എയർ ലാരിങ്സിലൂടെ വരുമ്പോൾ ഈ ഫോൾഡുകളുടെ വൈബ്രേഷൻ തട്ടി നേരെ വായിലെത്തുകയാണ്. ഇനിയോ നമ്മുടെ വായയിലെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ നാവിൻ്റെ മുൻഭാഗം, നാവിൻ്റെ പിൻഭാഗം, നാവിൻ്റെ വശങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ പിൻഭാഗം, അതേപോലെ തന്നെ നമ്മുടെ പാലറ്റ്, ചുണ്ടുകൾ, ഇതൊക്കെ വിവിധ പൊസിഷനുകളിൽ നിന്നിട്ടാണ് നമ്മൾ വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ലളിതമായി നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് പ എന്ന ശബ്ദമുണ്ടാക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയോ? നേരത്തെ പറഞ്ഞ ഈ വായിലൂടെ വരുന്ന വായുവിനെ രണ്ട് ചുണ്ടുകളും കൂട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പെട്ടെന്ന് തുറക്കുകയാണ്, പെട്ടെന്ന് റിലീസ് ചെയ്യുകയാണ്. അതാണ് പ. ഇങ്ങനെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതിന് പകരം സാവധാനം റിലീസ് ചെയ്യുകയാണെങ്കിൽ ബ, അത് ബായി. ഇത് രണ്ട് ഉദാഹരണം മാത്രം. ഇനി ഴ എന്നുള്ളൊരു ശബ്ദം പറയണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഴ, നിങ്ങൾ നിങ്ങളുടെ നാവിൻ്റെ മുൻഭാഗത്തെ വളച്ച് വായുടെ മുകൾ ഭാഗത്തേക്ക് തട്ടിച്ച് ആ വളഞ്ഞു നിൽക്കുന്ന നാവിൻ്റെ സൈഡിലൂടെ ഈ വായു വിടുമ്പോഴാണ് ഴ ഉണ്ടാകുന്നത്. ഓരോ ശബ്ദവും അങ്ങനെയാണ്. നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് നമ്മുടെ ഈ വായിക്കകത്ത് ഈ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഭാഗങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇതിനെക്കുറിച്ച് ഉള്ള പഠനശാഖയുടെ പേരാണല്ലോ ഫോണറ്റിക്സ്. ഫോൺ എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം. അപ്പോൾ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. ഇനി പാട്ടിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് പാടാനുള്ള കഴിവുണ്ടാകുന്നത്? ഈ ലാരിങ്സിനകത്ത് നേരത്തെ പറഞ്ഞ ഈ വോക്കൽ ഫോൾഡ്സ് എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞതും വളരെ മുറുക്കം, അതായത് നല്ല ടെൻഷൻ ഉള്ളതും ഒക്കെയാണെങ്കിൽ അയാൾക്ക് പാടാൻ കഴിയുമെന്നർത്ഥം. അതായത് നിങ്ങളൊരു ഗിറ്റാറിൽ കെട്ടിയ, ഒരു വയലിനിൽ കെട്ടിയ ഒരു സ്ട്രിങ്ങിനൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗിറ്റാറിൽ കെട്ടിയ കമ്പി കനം കൂടുതലുള്ളതാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് അയഞ്ഞതാണെന്ന് വിചാരിക്കുക. അതിന് താളം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വോക്കൽ ഫോൾഡുകളും. ഈ വോക്കൽ ഫോൾഡുകളെ ഈ ലാരിങ്സിൽ നിന്ന് കയറി വരുന്ന വായു വോക്കൽ ഫോൾഡുകളിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനവും അതിൻ്റെ മുറുക്കവും അതിൻ്റെ ടെൻഷനും ഒക്കെയാണ് ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ പാട്ട് പാടാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനം. ഇത് മാത്രമല്ല, നമ്മുടെ ഡയഫ്രം, അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അതായത് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ റിബ്സ്, വാരിയെല്ലുകൾ വികസിക്കാനും ശ്വാസം വിടുമ്പോൾ ആ വാരിയെല്ലുകൾ ചുരുങ്ങാനുമൊക്കെയുള്ള നമ്മളെ സഹായിക്കുന്നത് ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസാണ്. അപ്പോൾ ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസിനും ഡയഫ്രത്തിനും നമ്മുടെ പാടുമ്പോഴുള്ള ബ്രത്ത് സപ്പോർട്ടിൽ നല്ല പങ്കുണ്ട്. കാരണം നല്ല ബ്രത്ത് ഉള്ളിലേക്കെടുത്ത് ഒരുപാട് ദീർഘനേരം ഒക്കെ ശബ്ദം പുറപ്പെടുവിക്കേണ്ടത് പാട്ടിൻ്റെ ഭാഗമാണ്. ആ ശാരീരിക പ്രത്യേകത കൂടി ഉണ്ടെങ്കിലേ ഈ ദീർഘനേരമുള്ള ശബ്ദം പുറത്തേക്ക് വരികയുള്ളൂ. ഇതിത്രയും നമ്മുടെ അവയവ സംബന്ധമായ കാര്യങ്ങളാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്. അത് ജെനറ്റിക്കാണ്, പാരമ്പര്യമാണ്. നമ്മുടെ ബ്രെയിനിലെ ഓഡിറ്ററി കോർട്ടെക്സ് എന്ന ഭാഗമാണ് നമ്മുടെ
താളബോധവും നമ്മുടെ പിച്ചിനെ കുറിച്ചൊക്കെയുള്ള ബോധം ഉണ്ടാക്കുന്നത് ഓഡിറ്ററി കോട്ടക്സ് ആണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു ജീനുണ്ട്, അതിൻ്റെ പേരാണ് FOXP2. ഈ FOXP2 ആണ് ഒരാളിൽ യഥാർത്ഥത്തിൽ ഒരു താളബോധത്തെക്കുറിച്ചുള്ള അറിവുണ്ടാക്കുന്നതും അത് മനസ്സിലാക്കുന്നതും അതിനയാളെ സഹായിക്കുന്നതും. അങ്ങനെ ഒരു ജനറ്റിക്കായിട്ടുള്ള ഘടകം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരുടെ മക്കളിൽ പലരും പാട്ടുകാരായി പാരമ്പര്യസിദ്ധി കൈവരിച്ചു വരുന്നത് അങ്ങനെയാണ്. നാലാമത്തേതും ഏറ്റവും പരമപ്രധാനവുമായ ഒരു കാര്യം ഒരാൾ വളരുന്ന സാഹചര്യവും ചുറ്റുപാടുമാണ്. വളരെ പ്രാധാന്യമുണ്ട് അതിന്. സംഗീതത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചുമൊക്കെ നല്ല അവബോധവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു പരിസരത്താണ് അയാൾ ജനിക്കുന്നതെങ്കിൽ ചെറുപ്പം മുതലേ നേരത്തെ പറഞ്ഞ ഈ ശാരീരിക പ്രത്യേകതകളുള്ള കുട്ടികൾ കൂടിയാണെങ്കിൽ അവർ ചെറുപ്പം മുതലേ ഇതൊക്കെ നിരീക്ഷിക്കുകയും പഠിക്കുകയും താളബോധം കൈവരുകയും ഓരോ പിച്ചും ഓരോ നോട്ടും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്യും. കാരണം തീവ്രമായ പരിശീലനം ഇതിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. പുലർച്ചെ എഴുന്നേറ്റ് നമ്മൾ നടക്കുന്നു, നമ്മൾ കായികാഭ്യാസം ചെയ്യുന്നു. എന്തിനാണത്? നമ്മുടെ മസിലുകളൊക്കെ നന്നായിട്ട് ഇളകുകയും അതൊക്കെ പല രീതിയിൽ വലിച്ചു നീട്ടുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് തന്നെയാണ് പാട്ടുകാരും ചെയ്യുന്നത്. പുലർച്ചെ എണീറ്റ് അവർ സാധകം ചെയ്യുക എന്ന് പറയുന്നത് അവർ ഈ വോക്കൽ ഫോൾഡിന് കൊടുക്കുന്ന ഓരോ പരിശീലനമാണ്. അത് സ രി ഗ മ എന്നൊക്കെ പറയുന്ന ഉച്ചസ്ഥായിലും ഒക്കെ ഉള്ള പരിശീലനം, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ ആ ടെമ്പറും നിലനിർത്താനാണ്. അപ്പോൾ നല്ല പരിശീലനവും ഇതിന് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് ഒരാൾ നല്ല പാട്ടുകാരനാകുന്നത് എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.